ജയേഷിന്റെയും രശ്മിയുടെയും വീട് പുറം ലോകത്തെ കാണിച്ചത് മാതൃഭൂമി ന്യൂസാണ്. ആഭിചാര ക്രിയകളടക്കം നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ വീട്ടിൽ ആളെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ പറ്റിയ സാഹചര്യം ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് കാണുമ്പോൾ മനസ്സിലാവുക. സി കെ അഭിലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വീട് കണ്ടാൽ വളരെ ചെറിയ വീടാണ്. ഒന്നോ രണ്ടോ മുറികളും ഒരു ചെറിയ അടുക്കളയും മാത്രമാണുള്ളത്. തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ട്. അമ്മ ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി പിന്നീട് തിരുവോണ ദിവസം വൈകുന്നേരം രണ്ടുപേരെ ഇവിടെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത്. പുറത്തോട്ടെ നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ ഇച്ചിരി കുറച്ച് മാറിയ ഈ വാർത്ത കാണുമ്പോഴത് ഞങ്ങൾ ഓടിയോ ഇതെന്തോ പറ്റി എങ്ങനെയാണെന്നുകൊണ്ട് ഞങ്ങളും എല്ലാവരോടും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പൂജാമുറി പോലെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് തീരും, സാമ്പ്രാണി തീയുടെ മണം അങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ അവർ പളനിക്കൊക്കെ ഞങ്ങൾ പളനിക്ക് ടൂറ് വിടുമായിരുന്നു. ആ വണ്ടിയിൽ ഇവർ പളനിക്ക് വരികയും അവർ നല്ല ഭക്തയായിരുന്നു ആ സ്ത്രീയെ. എന്നാലും അവർക്ക് ഈ ആഭിജാത്യ ക്രിയകളുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ചെറിയ ഒരു മുറിയാണ്. വർഷങ്ങളായി അവരിവിടെ താമസിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ക്യാമറ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് ബെഡ്റൂമിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വെച്ചതാണോ എന്നതിനെ കുറിച്ച് അറിയുകയില്ല. ഓണത്തിന്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ട് നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാനത് ഇവൻ ജോലിക്ക് പോയതല്ലേ, വന്നവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് പിടി കിട്ടിയത്. വേറെ കുഴപ്പമാണല്ലോ. ഇവിടെ പഞ്ചപാവായിരുന്നു. പക്ഷേ ഇവിടെ രംഗം ഇപ്പോഴറിയത് പുറത്തിറങ്ങി. പോലീസ് ഇവിടെ വന്ന് വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ഇവരൊക്കെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മളറിയാം. ആരുമായിട്ട് ഇവർ ബന്ധമില്ലാത്തടത്ത് നമ്മളിവിടെ കയറി വരാൻ പറ്റത്തില്ല.